ഇന്ത്യ അമേരിക്ക വ്യാപാര സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യം കണക്കിലെടുത്ത് നിർണായക നീക്കവുമായി പാകിസ്ഥാൻ. ബലൂചിസ്ഥാനിലെ റെക്കോർഡ് ഖനിയുടെ വികസനത്തിനായി $100 ദശലക്ഷം വായ്പാ അപേക്ഷയുമായി പാകിസ്ഥാൻ അമേരിക്കയെ സമീപിച്ചിരിക്കുകയാണ്. സാമ്പത്തികമായി ശക്തിപ്പെടാനും അതിനു പിന്നാലെ ഇന്ത്യയെ ആക്രമിക്കാനുമുള്ള ശ്രമത്തിലാണ് പാകിസ്ഥാൻ തുനിഞ്ഞിറങ്ങുന്നത്. അമേരിക്കയിലെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്കിലാണ് അപേക്ഷ സമർപ്പിച്ചത്. ചെമ്പ് സ്വർണ്ണ ഖനിയിൽ സംസ്കാര പ്ലാന്റും സംഭരണത്തിനുള്ള സൗകര്യവും വൈദ്യുതി ഉൽപാദനവും ഗതാഗതത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാനാണ് ശ്രമം. പണത്തിനു പുറമെ എഞ്ചിനീയറിംഗ്, സംഭരണം, നിർമ്മാണ മാനേജ്മെന്റ് സേവനങ്ങൾ, മൈനിംഗ് ട്രക്കുകൾ, ഫീഡറുകൾ, ഗ്രൈൻഡറുകൾ, അനുബന്ധ ഉപകരണങ്ങൾ എന്നിവയും പാകിസ്ഥാൻ അമേരിക്കയോട് ചോദിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് വാർത്തയോട് പ്രതികരിച്ച മുൻ US ട്രഷറി സെക്രട്ടറി ഇവാൻ എ ഫെയ്ഗൻബോം ചൈനയുടെ അനുഭവം ചൂണ്ടിക്കാട്ടി അപേക്ഷയെ പരിഹസിക്കുകയും ചെയ്തു. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയിൽ ചൈന പാഴാക്കി കളഞ്ഞ അത്രയും പണം ഇനി അമേരിക്കയും പാകിസ്ഥാനു വേണ്ടി നഷ്ടപ്പെടുത്താൻ ശ്രമിക്കാമെന്നായിരുന്നു പരിഹാസം. അമേരിക്കയിൽ നിന്ന് പാകിസ്ഥാൻ ക്രൂഡ് ഓയിൽ വാങ്ങാൻ തീരുമാനിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലെ ബന്ധം ശക്തമാക്കിയിരുന്നു. ഇത് പ്രകാരം അമേരിക്കയിൽ നിന്നുള്ള ആദ്യ ക്രൂഡ് ഓയിൽ ഷിപ്മെന്റ് ഈ വർഷം അവസാനം പാകിസ്ഥാനിൽ എത്തുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചത്. ഇതിന് പിന്നാലെ പാകിസ്ഥാനിൽ എണ്ണ ശേഖരം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഭാവിയിൽ ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് എണ്ണ വാങ്ങേണ്ടി വരുമെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ പാകിസ്ഥാനിൽ കണ്ടെത്തിയ അസംസ്കൃത എണ്ണ ശേഖരം 234 മുതൽ 353 ദശലക്ഷം ബാരൽ വരെയാണ്. ഇന്ത്യ ഇപ്പോൾ തന്നെ 4.8 ബില്യൺ ബാരൽ മുതൽ 5 ബില്യൺ ബാരൽ വരെ ക്രൂഡ് ഓയിൽ കയ്യിൽ വെച്ചിട്ടുണ്ട്. എണ്ണ ശേഖരത്തിന്റെ ആഗോള റാങ്കിങ്ങിൽ പാകിസ്ഥാൻ 50നും 55നും ഇടയിലാണെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം 20നോടടുത്താണ്. അതേസമയം വർഷങ്ങളുടെ ഒറ്റപ്പെടലിന് ശേഷം പാകിസ്ഥാൻ നേതൃത്വം US ഭരണകൂടത്തെ ഉന്നത തലത്തിൽ തന്നെ ആകർഷിക്കുകയാണ്. ജൂണിൽ പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷൽ അസീം മുനീറിനൊപ്പം വൈറ്റ് ഹൌസിൽ നടന്ന ഉച്ചഭക്ഷണത്തിൽ പാകിസ്ഥാനിലെ ഏറ്റവും ശക്തരായ വ്യക്തികളിൽ ഒരാളായ അസീം മുനീർ സൈനിക നിയമം ഏർപ്പെടുത്തിയിട്ടില്ലാത്ത ആദ്യത്തെ പാകിസ്ഥാൻ സൈനിക നേതാവായി US പ്രസിഡന്റുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ബൈഡന്റെ ഭരണകാലത്തെ അനുഭവങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നയതന്ത്ര ബന്ധങ്ങളിൽ ഇത് വലിയൊരു പുരോഗതിയാണ് അടയാളപ്പെടുത്തിയത്. പ്രസിഡന്റ് എന്ന നിലയിൽ 2018 മുതൽ 2022 വരെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാനെ ജോ ബൈഡൻ വിളിച്ചിട്ട് പോലുമില്ല. ബൈഡൻ ഭരണകൂടം പാകിസ്ഥാനുമായുള്ള ഉഭയകക്ഷി ബന്ധം തരം താഴ്ത്തിയതായി 2021 ഒരു മിഡ് ലെവൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കി. പാകിസ്ഥാൻ സർക്കാർ മാറിയപ്പോഴും ബന്ധം കാര്യമായി മെച്ചപ്പെട്ടില്ല. 2024 ബൈഡൻ പുതിയ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് ഒരു കത്തെഴുതി. മറ്റ് പൊതുജന സമ്പർക്കമില്ലാതെ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി സ്വീകരണത്തിൽ ഷെരീഫുമായി ഒരു ഹ്രസ്വ ഫോട്ടോ മീറ്റിംഗ് നടത്തി. ഈ വർഷം ജനുവരിയിൽ ട്രംപ് അധികാരമേറ്റതിനു ശേഷം പാകിസ്ഥാൻ കാര്യങ്ങൾ നല്ല രീതിയിൽ മാറാൻ തുടങ്ങി. കോൺഗ്രസിനെ സംയുക്തമായി അഭിസംബോധന ചെയ്യുന്നതിനിടെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് US പിൻവാങ്ങലിന്റെ അവസാന ദിവസങ്ങളിൽ 13 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ട ആബിഗേറ്റ് ബോംബാക്രമണത്തിന്റെ സൂത്രധാരനെ അറസ്റ്റ് ചെയ്യാൻ സഹായിച്ചതിന് ട്രംപ് പാകിസ്ഥാന് നന്ദി പറയുകയും ചെയ്തിരുന്നു. മെയ് മാസത്തിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ വെടിനിർത്തൽ ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്കുണ്ടെന്ന് ട്രംപ് അവകാശപ്പെട്ടു. അമേരിക്കയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളുടെ പരിസമാപ്തിയുടെ ഭാഗമായാണ് മുനീർ ട്രംപുമായുള്ള കൂടിക്കാഴ്ച നടന്നത്. ട്രംപിനെ വിജയിപ്പിക്കാൻ ഇസ്ലാമാബാദിനെ സഹായിക്കുന്നതിൽ 2 പ്രധാന ഘടകങ്ങൾ കേന്ദ്ര ബിന്ദുവായി പ്രത്യക്ഷപ്പെട്ടു. ട്രംപിന്റെ അജണ്ടയ്ക്ക് അനുസൃതമായി പാകിസ്ഥാൻ ക്രിപ്റ്റോ സ്വീകരിച്ചതും ഡിജിറ്റൽ കറൻസികൾ സ്വീകരിച്ചതുമായിരുന്നു ആദ്യത്തേത്. മാർച്ചിൽ പാകിസ്ഥാൻ ഒരു ക്രിപ്റ്റോ കൗൺസിൽ രൂപീകരിക്കുകയും ക്രിപ്റ്റോയ്ക്കായി ഒരു മന്ത്രിയെ നിയമിക്കുകയും ചെയ്തു. ട്രംപിന്റെ കുടുംബത്തിന് 60% ഓഹരിയുള്ള വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ എന്ന കമ്പനിയുമായി ഏപ്രിൽ പാകിസ്ഥാന്റെ ക്രിപ്റ്റോ കൗൺസിൽ ഒരു കരാറിൽ ഒപ്പുവെച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.